ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി രാവിലെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഹെൽത്ത് നോക്കുന്നവർക്കും അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കിയെടുക്കാനും തന്നെ വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഓട്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലേക്കൊരു 1.5 സ്പൂൺ അളവിൽ ചിയാ സീഡും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് ഒരാൾക്ക് കഴിക്കാനുള്ള അളവിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഫ്രഷ് പാൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഫ്രഷ് പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ സാധാരണ നോർമൽ പാലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലോണം തിളപ്പിച്ചാറിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നൈറ്റിൽ ഇത് ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇനി രാത്രിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്കുള്ള പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കത് നല്ലോണം സോക്ക് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിലൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. പിറ്റേന്ന് മോർണിംഗ് ആയപ്പോഴേക്ക് ഇതുപോലെ നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട്. ഒന്നുകൂടി തിക്കായിട്ട് ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഓട്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മാങ്ങയാണ്. ഞാനിപ്പോൾ ഇവിടെ ഇതിലേക്ക് ചേർക്കുന്നത് മാങ്ങയാണ് കേട്ടോ. അപ്പോൾ നല്ലോണം പഴുത്ത മാങ്ങയാണ്. മാങ്ങ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പാലും കൂടി ചേർത്തിട്ട് നല്ലോണം ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനിയിപ്പോൾ ഈ ഒരു മാങ്ങയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ട്രോബെറി ഉണ്ടെങ്കിൽ സ്ട്രോബെറി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇളനീരൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും ഇളനീരുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ മാങ്ങ ഇതുപോലെ തന്നെ പാലൊക്കെ ഒഴിച്ചിട്ട് നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഓട്സും ചിയാ സീഡിൻ്റെ ആ ഒരു മിക്സിലേക്ക് ഈ ഒരു മാങ്ങയുടെ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കട്ടെ. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയാണ്. ഇനി നിങ്ങൾക്ക് നല്ലോണം ഒന്നുകൂടി മധുരത്തിൽ കഴിക്കണമെന്നുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് കുറച്ച് ഹണിയും കൂടി ചേർത്തിട്ട് മിക്സാക്കി കഴിച്ചാൽ മതി കേട്ടോ. അല്ലാത്തന്നെ ഇത് ഏകദേശം ചെറിയൊരു മധുരമൊക്കെ ഉണ്ടാവും. ആ ഒരു മാങ്ങയുടെ മധുരം അതുപോലെ തന്നെ പിന്നെ ആ ഒരു ഓട്സിനും ചെറിയൊരു മധുരമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് എക്സ്ട്രാ വേറെ മധുരത്തിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ മാത്രം കുറച്ച് ഹണി ചേർത്ത് കൊടുത്തിട്ട് കഴിക്കാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ നമ്മൾ വെയിറ്റ് ലോസിനൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ടൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിലും ചില റെസിപ്പീസ് അല്ലെങ്കിൽ ചില ബ്രേക്ക്ഫാസ്റ്റിനും വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് നല്ല ടേസ്റ്റോടുകൂടി നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടി മറക്കല്ല കേട്ടോ. നമുക്ക് തീ പോലും കത്തിക്കേണ്ട ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലത്തെ ഈസി ആയിട്ടുള്ള റെസിപ്പീസിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഉള്ള ഓപ്ഷൻ കൂടി കൊടുക്കാൻ മറക്കല്ല കേട്ടോ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്